നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞ് സ്ത്രീകൾ, പ്രഗ്നൻറ്റ് ലേഡീസ് ഡോക്ടറെ സമീപിച്ച് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ പ്രഗ്നൻസി എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, അതായത് യൂട്രസിനകത്തോ യൂട്രസിന് പുറത്തോ പ്രഗ്നൻസി കാണുന്നില്ല, എന്നാൽ പ്രഗ്നൻസി ടെസ്റ്റ് യൂറിനിൽ അല്ലെങ്കിൽ ബ്ലഡിൽ പോസിറ്റീവായിട്ട് കാണുന്ന അവസ്ഥ. ഈ അവസ്ഥ ഒരു വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ഇത് പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷൻ എന്ന് നമ്മൾ പറയും. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് പ്രഗ്നൻസി എന്ന് അറിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇതിൻ്റെ സാധ്യത സാധാരണ ഒരു 40% വരെയൊക്കെ ഈ 15 മുതൽ 40% വരെ കാണാറുണ്ട്. ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്രഗ്നൻസി എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ സാധാരണഗതിയിൽ ഇതിന് 3 സാധ്യതകളാണ് ഉള്ളത്. ഒന്നാമത്തെ സാധ്യത ഡിലേഡായിട്ട് പ്രഗ്നൻസി ആയത്, അതായത് പ്രഗ്നൻസി ഇറഗുലർ പീരീഡ് ഉള്ളവർ അല്ലെങ്കിൽ ഓവുലേഷൻ ഇത്തിരി ഡിലേഡായിട്ട് നടന്നവർ, അവർക്ക് പ്രഗ്നൻസി ആയതും അല്പം ഡിലേഡായിട്ടായിരിക്കും. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഓവുലേഷൻ നടക്കുന്നത് റെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് 28 ദിവസം, സൈക്കിളുള്ളവർക്ക് 14-ാം ദിവസമാണെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുക ഒരാഴ്ച കഴിയുമ്പോൾ, 21-ാമത്തെ ദിവസം ബ്ലഡിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുക, വീണ്ടും ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ, അതായത് 2 ആഴ്ച കഴിയുമ്പോൾ ഈ യൂറിനകത്തും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകാം. സ്കാനിൽ ഇതറിയണമെങ്കിൽ വീണ്ടും ഒരാഴ്ച, അതായത് 5-ാമത്തെ ആഴ്ച, നമ്മൾ പീരീഡ് മിസ് ചെയ്ത് 5-ാമത്തെ ആഴ്ചയായിരിക്കാം യൂഷ്വലി സ്കാനിൽ പ്രഗ്നൻസി ഒരു ചെറിയ ഭ്രൂണസഞ്ചിയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് 5-ാമത്തെ ആഴ്ചയാണ്. ഹാർട്ട് ബീറ്റൊക്കെ ആയി തുടങ്ങണമെങ്കിൽ അത് 6-ാമത്തെ ആഴ്ച. അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ യാതൊരു എവിഡൻസും സ്കാനിലില്ലാതെ വരുന്നത് യൂഷ്വലി ഈ പ്രഗ്നൻസി അല്പം ഡിലേഡായിട്ട് ആയതുകൊണ്ടും ആവാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വേറെ പ്രത്യേകിച്ച് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ ബ്ലീഡിങ്ങോ പെയിനോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അൾട്രാസൗണ്ട് ചെയ്താലും മതി. നമ്മൾ സാധാരണഗതിയിൽ പറയുക, നമ്മൾ എക്സ്പേർട്ട് സ്കാനാണ് അല്ലെങ്കിൽ നല്ല മെഷീനാണ്, സോണോളജിസ്റ്റിൻ്റെ എക്സ്പെർട്ടൈസൊക്കെ കൂടുന്ന അനുസരിച്ച് ഈ പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷൻ്റെ സാധ്യത കുറയും. കാരണം അവർക്ക് കൃത്യമായിട്ട് ട്യൂബിനകത്ത് അല്ലെങ്കിൽ യൂട്രസിനകത്ത് വല്ലതും പ്രഗ്നൻസി ആണെങ്കിൽ അത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും 15% ഈ സാധ്യത, നമ്മൾ പറഞ്ഞു നേരത്തെ 40% വരെയും ഈ പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷൻ എന്നുള്ളത് ഇപ്പോൾ അതൊരു 15% വരെയും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഡിലേഡായിട്ട് കൺസീവ് ചെയ്തവരാണെങ്കിൽ സാധാരണ ടെൻഷൻ അടിക്കേണ്ട, ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക, വേറെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. രണ്ടാമത്തെ പോസിബിലിറ്റി കെമിക്കൽ പ്രഗ്നൻസി അല്ലെ ഫെയിലിംഗ് പ്രഗ്നൻസി ആവാം. അതായത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി യൂട്രസിൽ ഈ പ്രഗ്നൻസി ഇംപ്ലാന്റഡായി ബീറ്റ-HCG റിലീസ് ചെയ്ത് തുടങ്ങി, പക്ഷേ ആ പ്രഗ്നൻസി ഫെയിൽ ചെയ്യുന്നു, അത് അബോർട്ടഡായി പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ യൂട്രസിനകത്ത് അല്ലെങ്കിൽ പുറത്തോ ഒന്നും നമുക്ക് പ്രഗ്നൻസിയുടെ സാധ്യത സ്കാനിൽ കാണുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോസിറ്റീവായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കണ്ടു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ബ്ലീഡിങ് വന്ന് ഈ പ്രഗ്നൻസി അബോർഷനായി പോകുന്നു. അതിന് നമ്മൾ കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയും. അതായത് ഒരു കെമിക്കൽ ടെസ്റ്റ് വഴി മാത്രമേ നമ്മളിത് കണ്ടിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ പ്രഗ്നൻസി അറിഞ്ഞിട്ടില്ല, പ്രഗ്നൻസി അന്നേരത്തേക്കിന് അബോർഷനായി പോവുകയും ചെയ്യുന്നു. ഈ ഫെയിലിംഗ് പ്രഗ്നൻസി അപ്പോൾ മിക്കവരും ഇത് അറിയുന്നുണ്ടാവില്ല, ഒരു ഡിലേഡ് പീരീഡായിട്ടായിരിക്കും പലരും ഇതിനെ കൺസിഡർ ചെയ്യുക. അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി എന്നത് മാത്രം കൊണ്ട് നമുക്കിതൊരു പ്രഗ്നൻസി ആയിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫെയിലിംഗ് പ്രഗ്നൻസിക്കും വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അൾട്രാസൗണ്ടിലെല്ലാം ഓക്കെ ആണെങ്കിൽ വേറൊന്നും നമ്മൾ അതിനും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത സാധ്യത ട്യൂബൽ പ്രഗ്നൻസി. ഇതാണ് ഈ പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷനിൽ ഏറ്റവും ആളുകൾക്ക് ആങ്സൈറ്റിയും ഏറ്റവും ടെൻഷനുമുള്ള ഒരു അവസ്ഥയാണ് ഈ ട്യൂബൽ പ്രഗ്നൻസി ആണോ എന്നുള്ള ആ പേടി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയും യൂട്രസിനകത്ത് പ്രഗ്നൻസി ഭ്രൂണസഞ്ചി, ഏറ്റവും ആദ്യം നമ്മൾ പറയും ഭ്രൂണസഞ്ചി യൂട്രസിനകത്ത് കാണും, പിന്നത്തെ ആഴ്ചയിലേ നമ്മൾ കുഞ്ഞിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ ഈ ഭ്രൂണസഞ്ചി യൂട്രസിനകത്ത് കാണണമെങ്കിൽ, വജൈനൽ സ്കാൻ വഴി നമ്മളിത് കാണണമെങ്കിൽ ബീറ്റ-HCGയുടെ ലെവൽ 1500 യൂണിറ്റിൽ എബവ് ആണെങ്കിൽ മാത്രമേ ഈ പ്രഗ്നൻസി യൂട്രസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പേഷ്യൻ്റ് ഈ പെയിനോ സ്പോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് യൂട്രസിനകത്ത് നമ്മൾ പ്രഗ്നൻസി കാണുന്നില്ല എങ്കിൽ നമ്മൾ ബീറ്റ-HCG എന്നുള്ള ഹോർമോണിൻ്റെ അളവ് എത്രയാണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ അളവ് ഒരൊറ്റ വാല്യൂ വെച്ച് നമ്മൾ യാതൊരു ഡിസിഷനും ഇതിനെടുക്കാറില്ല.
48 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബീറ്റ-HCG റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നല്ല പ്രഗ്നൻസി ആണെങ്കിൽ, യൂട്രസിനകത്തുള്ള നല്ല പ്രഗ്നൻസി ആണെങ്കിൽ ഈ ബീറ്റ-HCGയുടെ വാല്യൂ ഡബിൾ ചെയ്യും എന്ന് പറയും. അതായത് മിനിമം 66% സാധാരണ ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് 1000 ആണ് ബീറ്റ-HCGയുടെ ലെവൽ ആദ്യത്തെ ദിവസമെങ്കിൽ യൂട്രസിനകത്ത് കാണാറായിട്ടില്ല. നമ്മൾ പറഞ്ഞു 1500 ഉണ്ടെങ്കിലേ അറിയൂ. അപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ബീറ്റ-HCG സെയിം 48 മണിക്കൂർ ആകുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ വാല്യൂ നല്ല പ്രഗ്നൻസി ആണെങ്കിൽ യൂഷ്വലി അത് ഒരു 2000-നടുത്തോളം തന്നെ എത്തും. പക്ഷേ പ്രഗ്നൻസി നല്ലതല്ല, ട്യൂബിലുള്ള സാധ്യതയാണെങ്കിൽ ഈ ബീറ്റ-HCGയുടെ വാല്യൂ ഒരു പ്ലേറ്റോയിങ് ആയിരിക്കും. യൂഷ്വലി 1000 എന്നുള്ളത് 1200, 1300 ആ ലെവലൊക്കെ മാത്രമായിട്ടേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. തീർച്ചയായിട്ടും ഫോർ അൾട്രാസൗണ്ട് ബീറ്റ-HCG ഫോളോ അപ്പ് ആവശ്യമാണ്. ഈ ബീറ്റ-HCG ഫോളോ അപ്പ് ബെക്ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അൾട്രാസൗണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്താൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയും, അതായത് മെതോട്രെക്സേറ്റ് എന്നുള്ള ഇഞ്ചക്ഷൻ വഴിയൊക്കെ നമുക്ക് ഈ പ്രഗ്നൻസിയെ ഇല്ലാതാക്കി ഈ ട്യൂബൽ പ്രഗ്നൻസി നമുക്കറിയാം അതിൻ്റെ ഏറ്റവും ഭയാനകമായ കോംപ്ലിക്കേഷൻ, അതായത് ആ ട്യൂബ് പൊട്ടി ബ്ലീഡിങ് പുറത്തേക്ക് വയറിനകത്തേക്ക് കൂടുതൽ ബ്ലീഡ് ചെയ്ത് അമ്മയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന അവസ്ഥയാണ് ഈ ട്യൂബൽ പ്രഗ്നൻസി. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ഈ ട്യൂബ് റപ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്യൂബ് സേവ് ചെയ്യാൻ പറ്റില്ല, ആ ട്യൂബ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏർലി ആയിട്ട് നമ്മൾ കണ്ടാൽ ഈ മെഡിക്കൽ മെത്തേഡ് വഴി, അതായത് മെഡിസിൻസ് ഇഞ്ചക്ട് ചെയ്ത് നമുക്ക് ഈ ട്യൂബൽ പ്രഗ്നൻസി ഇല്ലാതാക്കാൻ പറ്റും, ആ ട്യൂബിനെ സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഏർലി ആയിട്ട് തന്നെ നമ്മൾ എക്ടോപിക് പ്രഗ്നൻസിയോ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഏർലി അറിയണം എന്ന് പറയുവാൻ കാര്യം. അപ്പോൾ സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുക, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാത്ത പ്രഗ്നൻസിയാണ്, ഫോളിക് ആസിഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ലേഡിയാണെങ്കിൽ വേറെ പ്രഗ്നൻസി ടെസ്റ്റ് പീരീഡ് മിസ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. ഉടനെ അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും പെയിന്, ബ്ലീഡിങ്ങോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് അൾട്രാസൗണ്ട് ചെയ്യുക, കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, പ്രോബ്ലംസ് ഇല്ലെങ്കിൽ സമാധാനമായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷൻ എന്ന എൻറ്റിറ്റി. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.